ഹായ് വെൽക്കം ടു ശ്രദ്ധ ലേണിംഗ് സൊല്യൂഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിൾ എന്താണെന്നും ഡിപ്പെൻസ് ഓൺ ട്രയാങ്കിളിന്റെ ആംഗിൾ അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടെന്നും നമ്മൾ പഠിച്ചു. ഇനി ആംഗിൾ ഡിപ്പെൻഡ് ചെയ്ത് 3 ടൈപ്പ് ഉള്ളതുപോലെ തന്നെ നമുക്ക് എന്താ സൈഡ് ഡിപ്പെൻഡ് ചെയ്തും ട്രയാങ്കിൾ 3 ടൈപ്പ് ഉണ്ട്. സോ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ആംഗിൾ ഡിപ്പെൻഡ് ചെയ്ത് ട്രയാങ്കിൾ ഡിഫറെന്റ് സെറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത് പോലെ നമ്മൾ പഠിക്കാൻ പോവാണ്. നമ്മുടെ സൈഡ് ഡിപ്പെൻഡ് ചെയ്തും എന്തുണ്ട് 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഉണ്ടെന്ന് പഠിക്കാൻ പോവാം. സോ നമ്മൾ നെയിമിംഗ് കൊടുത്തു ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇതില് എല്ലാ സൈഡ്സും അതായത് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി 3 സൈഡും എന്താണ് ഈക്വൽ ലെങ്ത് ആണ്. ഫോർ എക്സാമ്പിൾ എല്ലാം ഒരു 5 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ എല്ലാം ഒരു 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് അതിന്റെ പേര്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? എല്ലാ സൈഡ്സും എന്തായിരിക്കും? അതിന്റെ ഈക്വൽ ആയിരിക്കും. ഇനി എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കുന്നത് പോലെ ഇതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കുന്ന പോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അത് 60 ഡിഗ്രി ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളിന്റെ മെഷർമെന്റ് എത്രയാ? 60 ഡിഗ്രി. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ട്രയാങ്കിളിൽ ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന എ ബി സി ട്രയാങ്കിളിൽ എ ബി ഈക്വൽ ടു എ സി. നിങ്ങൾക്ക് വേറെ വരയ്ക്കാം കേട്ടോ. ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആണ്, അത്രേ ഉള്ളൂ. എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ അതിന്റെ പേരാണ് ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇനി ഇതിന്റെ ആംഗിൾസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഉണ്ടല്ലോ, ഇവിടെ ആരാ ഉള്ളത്? എ ബി എന്ന് പറയുന്ന സൈഡും ഇവിടെ എ സി എന്ന് പറയുന്ന സൈഡും രണ്ടുപേരും ഈക്വൽ ആണ്. ഇനി എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആരാ? ആംഗിൾ സി. എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആരാ? ആംഗിൾ ബി. ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എവിടെ? ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്തായിരുന്നു? എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അതിന്റെ ആംഗിൾസും എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് 60 ഡിഗ്രി ആയിരിക്കും. ഇനി അതുപോലെ ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ, ഇവിടെ ഇപ്പൊ എ ബി ഈക്വൽ ടു എ സി, 2 സൈഡ് മാത്രം ഈക്വൽ, മൂന്നാമത്തെ സൈഡുമായിട്ട് ഒരു ബന്ധമില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തത്? ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇനി ഈ ഐസോസ്ലസ് ട്രയാങ്കിളിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ്, ഇവിടെ ഇപ്പം ആംഗിൾ ബിയും ആംഗിൾ സിയും, ആ 2 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി മൂന്നാമത്തെ സെറ്റ്, ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് പഠിച്ചു 3 സൈഡും ഈക്വൽ. രണ്ടാമത്തെ സെറ്റ് പഠിച്ചു ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ. ഇനി ഒരു സൈഡ് ഈക്വൽ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലിൻ ട്രയാങ്കിൾ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. See you on the next video. Bye.